ഈ സിനിമ കണ്ടിട്ട് ചില അങ്കിൾമാരൊക്കെ അത് ചെറിയ മോശം വേഷമായിപ്പോയി ചെയ്തത്, നന്നായിട്ട് അഭിനയിച്ചു മോശം വേഷമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ലുക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ദിസ് ഇസ് ഹൗ യു സീയിങ് ഇറ്റ്, വെരി ഗുഡ്. എന്താ വെച്ചാൽ ആ ഒരു പ്രൊഫഷൻ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അതിന് അത്രയും ഡിഗ്നിറ്റിയോടെ ട്രീറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവരും മനുഷ്യരാണ്, അവർക്ക് ആ സ്പേസിൽ അവരെ ഇരുത്തേക്കുന്നതും അവർക്ക് സംസാരിക്കാനുള്ള സ്പേസും ആ ഒരു സ്പ്രെഡ് ലേ ഔട്ട് ചെയ്തേക്കുന്ന ഭയങ്കര ഡിഗ്നിറ്റിയോടെയാണ്. വിവേകാർഷം അതിന് മുന്നത്തെ സീനും കട്ട് ചെയ്തിട്ടുണ്ട്, അതിന് കഴിഞ്ഞിട്ടുള്ള സീനും കട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടാ താങ്ക്സ്. ഫസ്റ്റ് മൂവി വാസ് 1 and I had one scene. അവർ ഷൂട്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഇതായില്ല, പഞ്ച് സീനാണ്, കട്ടാവില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയലോഗ്, നിങ്ങൾക്ക് നാച്ചുറലി വരുന്നത് ചെയ്യും, അത് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് പേപ്പർ എടുക്കാം, ഇപ്പൊ യു ഇംപ്രവൈസ് എന്ന് പറഞ്ഞ ആ സ്പേസ്. അപ്പോൾ അവസരം തരും, നമ്മൾ കാണിക്കാം. ആ 2 ഒന്നും പ്രതീക്ഷിക്കാതെ ജിത്തുവിന്റെ പുതിയ സിനിമകൾ കാണാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഫഹദിനെ കാണുമ്പോൾ ഫഹദ് കംസ് ആൻഡ് സേ ഹായ് പൂജ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്നെ അറിയാം. സ്റ്റാർ സ്ട്രക്ക്, സിമ്പിൾ. ഹായ് ഹലോ കോമഡി വ്യൂവേഴ്സ്. ഈ നമ്മളൊരു മൂവി എടുക്കുമ്പോഴേ അതില് ചെറിയ ക്യാരക്ടറോ വലിയ ക്യാരക്ടറോ ഒന്നുമല്ല, ചിലർ വന്നിട്ട് ഒരു ക്യാരക്ടർ അങ്ങ് പെർഫോം ചെയ്തിട്ട് ഒരു ഭീകര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകും. അങ്ങനെ ചില മൂവീസിൽ അങ്ങനെ ഭീകര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരാളാണ് ഇന്ന് എന്റെ ഗസ്റ്റ്. സോ ലെറ്റ് മീ വെൽക്കം പൂജ മോഹൻരാജ്. ഹായ്, വെൽക്കം ടു ദി ഷോ. എല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അറിഞ്ഞിട്ടെ, അതായത് ഈ 10ാം ക്ലാസ്സിൽ ടീച്ചർ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ആലോചിച്ച് ഞാൻ പൂജ എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് പെർഫോമൻസ് ആർട്ടിലേക്ക് വന്നത്? 10ാം ക്ലാസ്സിലോ 10 വയസ്സിൽ. 10ാം ക്ലാസ് അപ്പൊ ഞാൻ എല്ലാ സ്ഥലത്തും ഒരേ കഥയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ like my parents raised me like very independently, me and my sister. അപ്പൊ അവർക്ക് ഭയങ്കര മാർക്കിനെ കാട്ടിയൊക്കെ നമുക്ക് നല്ലൊരു സോഷ്യൽ സ്കിൽസ് വേണമെന്നുള്ള പ്രയോറിറ്റി അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മ. ആൻഡ് ഐ വാസ് വെരി ഷൈ, മീൻസ് എനിക്ക് ലൈക്ക് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രീസ് ആവും. എനിക്കത് അങ്ങനെ അപ്പം അമ്മ കൊണ്ട് ഒരു നാടക ക്ലാസ്സിൽ കൊണ്ടുവിട്ട് പിന്നെ അതങ്ങനെ സോ ഇറ്റ് ബിക്കം ലൈക്ക് വെരി പേഴ്സണൽ ജേർണി. പക്ഷെ ലോട്ട് ഓഫ് ഫിയേഴ്സ് ഐ ഓവർകേം ത്രൂ ദി ആർട്ട് ഫോം, ലൈക്ക് തിയേറ്റർ ബേസിക്കലി. അപ്പം നാട് മൊത്തം ആവേശം, ഫീവർ ആണ്. ഐ നോ യു ആർ റിസീവിംഗ് ദാറ്റ് ലവ് ഫ്രം എവരിവൺ. അപ്പൊ എവിടെ പോയാലും ആവേശത്തിലേക്ക് എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം? Because I'm just starting to take it because I was not here after the release. No, it's nice. Sometimes you don't know what to do, but yeah, I mean, you're just like, okay, this is happening. It's taking some time. Yeah, because you don't know. Like നമുക്ക് എന്താ പറയാ, you just say thank you. പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എന്ന് വെച്ചാൽ എനിക്കൊക്കെ ഒരാള് നന്നായി നമുക്ക് മനസ്സിലുണ്ടെങ്കിലും ഒന്ന് പോയി പറയാൻ നമുക്ക് ഭയങ്കര ചമ്മലൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ആൾക്കാർ വന്ന് പറയുമ്പോൾ വെരി കൈൻഡ് ഓഫ് ദം ടു ഡു ദാറ്റ്. അത് നമുക്ക് ആസ് ആർട്ടിസ്റ്റ് നല്ല വാലിഡേഷൻ ആണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഐ തിങ്ക് 10 movies, close to 10 movies. അപ്പൊ ഇതിൽ നമുക്ക് ഈ സ്പെഷ്യലി സീൻ വൈസ് ആണ് നമ്മൾ പെർഫോം ചെയ്ത് പോകുന്നത്. അതിന് മുന്നേ ഞാൻ പറയട്ടെ, 200 crore ക്ലബിൽ ഉള്ള ഒരാൾ കൂടിയാണ് മഞ്ഞുമൽ ആൻഡ് ആവേശം അല്ലേ. ഇതിൽ അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഇനി വരുമ്പോ നമ്മള് ഫസ്റ്റ് ഡേ FDFS പോയിട്ട് നിന്നിട്ട് വരുമ്പോ നമ്മളെ തീരങ്കാലം കെട്ടിയത് കളഞ്ഞിട്ടുണ്ടാവോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാല് അത് കഥയ്ക്ക് വളരെ ആവേശം ഡെഫിനറ്റ്ലി. മഞ്ഞുമൽ അപ്പൊ മീൻസ് വിവേകാർഷം അതിന് മുന്നത്തെ സീനും കട്ട് ചെയ്തിട്ടുണ്ട്, അതിന് കഴിഞ്ഞിട്ടുള്ള സീനും കട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ആൽബം കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ കൊടൈക്കനാലിൽ അല്ല അതില് മീൻസ് അതേപോലെ ഇതിലേക്ക് ഈ പല ഇങ്ങനെ നമ്മള് ജേർണീസ് ലൈക്ക് ദാറ്റ് അല്ലേ, ചെറിയ ആണെങ്കിലും നമുക്ക് ആ ചിലപ്പോ ഇങ്ങനെ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടാവും, പേടിയൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ഇങ്ങനെ എന്റെ അടുത്ത് ഐ മീൻ ആർട്ടിസ്റ്റ് സ്പോക്കൺ ഞാൻ ഫസ്റ്റ് ആ പടത്തിന് ഞാൻ അമ്മേനെ അച്ഛനെ കൂട്ടി എല്ലാം കൂട്ടി തിയേറ്ററിൽ ചെന്നപ്പോ സീരി കട്ടായി പോയി. From the first movie, that has never happened because the first movie was 1 and I had one scene.
അപ്പൊ അതും അവര് ഷൂട്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഇതായില്ല പഞ്ച് സീനാണ് കട്ടാവൂല. അപ്പൊ എന്തോ ഒരു ഭാഗ്യം, എന്തോ ഒരു ഇത് സമാധാനം. ഓക്കെ, കമ്മിങ് ടു ആവേശത്തിലെ ഒരു സീനില്ലേ, ഇറ്റ്സ് ലൈക്ക് ഞങ്ങള് അതായത് ദൈവമേ എന്താവും എന്നുള്ള ഞങ്ങളും കൂടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആൻഡ് യു ആർ ജസ്റ്റ് എന്താ റാൻഡിങ് ആണ് അല്ലേ, അതാണോ ഇനി ഇതാണോ, ഹൗ ഡിഡ് അത് ആ ഒരു സീൻ. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഒരു അതിലൊരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ഐ തിങ്ക് ഇറ്റ്സ് എൻ ഓൾ ആർട്ടിസ്റ്റ്, എത്ര പേരാണ്, ഇറ്റ്സ് ലൈക്ക് സം 12 to 13 people in that and this is happening, there are a lot of things that is happening simultaneously. അപ്പൊ ആ ഒരു മെമ്മറി, ഹൗ മെനി ഡേയ്സ് ഡിഡ് ഇറ്റ് ടേക്ക്, എങ്ങനെയാ ഒരു I shot for 7 nights. ഓക്കെ, ആദ്യം 3 ദിവസം എന്ന് പറഞ്ഞിട്ട് പോയത്, പക്ഷെ 7 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, 7 രാത്രി. ഐ മീൻ ഇവരവിടെ ഞാൻ പോകുമ്പോൾ തന്നെ ഒരു 100 ദിവസം കണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമ്മളാണ് പുതിയത്. അപ്പോൾ ഐ ഹാഡ് ലോട്ട് ഓഫ് ഫൺ. എനിക്ക് ഭയങ്കര മീൻസ് ഐ വാസ് റിയലി എക്സൈറ്റഡ്. എസ്പെഷ്യലി സജിൻ ഉണ്ട്, സജിനെ നേരത്തെ അറിയാം. അപ്പോൾ ഇവരെ കൂടെ ഉള്ള പെർഫോമൻസ് ഉണ്ടല്ലോ, ഇവൻ ഓൾ ആർട്ടിസ്റ്റ് ആർ ഗുഡ്. നമുക്ക് അതും തന്നെ യു ഗെറ്റ് എ ലോട്ട് ഓഫ് എനർജി. ടെക്നീഷ്യൻസ് ആർ ഓസം. എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂവാ. അപ്പൊ നമുക്ക് ഇത് നന്നാവുന്നുണ്ടോ മോശം അതൊന്നുമല്ല, ഈ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ മൂഡാണ്. എനിക്ക് തോന്നുന്നത് ജിത്തുവിന്റെ ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നത് അങ്ങനെ. അപ്പൊ ഞങ്ങള് ഇറ്റ്സ് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ സീനിന്റെ ഒരു ഇന്റൻസിറ്റിയും ഭയങ്കരമാണ് അല്ലേ. ഇപ്പം വെട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഐ മീൻ ഓഡിയൻസും അത് അത്ര പോലെ തന്നെ എക്സൈറ്റഡ് ആണ്. അപ്പൊ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അപ്പത്തെ. അപ്പൊ ഹൗ ഡിഡ് യു അത്രയും മൂവീസിൽ യു ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് ഗോയിങ് ഓർ സോ ദാറ്റ് യു ഹാഡ് ഐ മീൻ ഐ ഹാഡ് ടു ലൈക്ക് ഞാൻ ഈ കളിയിലൊക്കെ ഭയങ്കര വീക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറെ ഐ മീൻസ് ഗൂഗിൾ ചെയ്ത് രസമുള്ള കുറെ പേരുകൾ നോക്കിയായിരുന്നു. പിന്നെ അതേപോലെ കുട്ടികളും ദേ ഓൾസോ ഹാഡ് എ ലിസ്റ്റ്. ബിക്കോസ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കില്ല. അപ്പം നമുക്ക് പറയാനാണ് ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ഫ്ലോയിൽ പറഞ്ഞോണ്ടിരിക്കണം. ബാക്കി മറ്റേ ഡബിലാണ് കൃത്യം അതിൻ്റെ ഒരു കൃത്യമാക്കിയത്. അത് ജിത്തു ഒരു ലൈനപ്പ് ചെയ്ത് അങ്ങനെ. ഈ when it comes to ഈ the character which you played and ഒരു co-artist ഉണ്ടായിരുന്നു, and this character ഇതിപ്പം നമ്മൾ മലയാള സിനിമയിൽ when women are portrayed in such a way, usually how is it like കുറേ മുല്ലപ്പൂ and steak and that's how അതാണ് നമുക്ക് അല്ലേ മീൻസ് ലൈക്ക് വിമൻ ഹു ആർ വർക്കിംഗ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഔട്ട്ലുക്ക് ആണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും. ബട്ട് അതിൽ ഭയങ്കര സട്ടിലായിട്ട് ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് തിങ് അല്ലേ. ഇപ്പം എന്താണ് ആൻഡ് ഓൾസോ ദെയർ ലൈക്ക് ഒരു ഭയങ്കര റെസ്പെക്ട് ഒക്കെ ഉള്ള അവിടെ ഇരുത്തി നിങ്ങൾ ഓക്കെ ഫൈൻ അങ്ങനെ വരും. കാരണം ദിസ് ഇസ് ലൈക്ക് അതൊരു ലൈനാണ്, ഇറ്റ് ക്യാൻ ഗോ ബോത്ത് വേസ്. പീപ്പിൾ ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ദ റോങ് വേ ആൻഡ് ഓൾസോ there is not a right way, but still it's and also adile when it ipo hero aanengilum it's not giving a face like adoru nalla കാര്യമാണെന്ന് പറയുന്നില്ല. അപ്പൊ ആ ഒരു ജിത്തുടെ ആ ഒരു പ്ലേ how did you feel about it? No, basically ഞാനിത് കഥ കേട്ടപ്പം എൻ്റെ മനസ്സിൽ ഇതേപോലെ ലുക്കിൽ ഐ തോട്ട് ഇങ്ങനെ ഭയങ്കര ലിപ്സ്റ്റിക് ഭയങ്കര ലൗഡായിട്ട് മേക്കപ്പ് ചെയ്ത അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ലൗഡാണല്ലോ പടം. അപ്പം ഈ കഥ പറഞ്ഞു കേട്ടപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഗൂഗിൾ ഇമേജസിലൊക്കെ നോക്കുമായിരുന്നു ലൈക്ക് ഇങ്ങനെ ഇതിന് മുന്നേ മൂവീസിൽ കണ്ടിട്ടുള്ളത്. നോ ഐ ജസ്റ്റ് ലുക്ക് ലൈക്ക് ഈ ബാംഗ്ലൂർ തന്നെ റെഡ് സ്ട്രീറ്റ്സിന്റെ ഫ്രണ്ടിൽ. പക്ഷെ അവരൊക്കെ വളരെ സട്ടിലായിട്ടാണ്, അല്ലാണ്ട് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതിൽ വെരി നോർമൽ ആയിട്ടുള്ള. ലുക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഓ ദിസ് ഇസ് ഹൗ യു സീയിങ് ഇറ്റ്, വെരി ഗുഡ്. എന്താ വെച്ചാൽ ആ ഒരു പ്രൊഫഷൻ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. വേൾഡ്സ് ഫസ്റ്റ് പ്രൊഫഷൻ ലൈക്ക് ഇൻ ദ വേൾഡ്. ഒരു അങ്ങനെ അതിനത്രയും ഡിഗ്നിറ്റിയോടെ ട്രീറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ചില അങ്കിൾമാരൊക്കെ അത് മോശം വേഷമായിപ്പോയി ചെയ്തത്, നന്നായിട്ട് അഭിനയിച്ചു മോശം വേഷമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ബട്ട് ദ തിങ് ഈസ് ഇൻ എ ലാർജർ പിക്ചർ ഇത് എങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കുന്നത്. അവരും മനുഷ്യരാണ്. അവർക്ക് ആ സ്പേസിൽ അവരെ ഇരുത്തേക്കുന്നതും അവർക്ക് സംസാരിക്കാനുള്ള സ്പേസും ആ ഒരു സ്പ്രെഡ് ലേ ഔട്ട് ചെയ്തേക്കുന്ന ഭയങ്കര ഡിഗ്നിറ്റിയോടെയാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ. പക്ഷെ ചിലപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർ അങ്ങനെ വിചാരിക്കണമെന്നില്ല.
പക്ഷെ അതൊരു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേ ടു ഷോ. അതുകൊണ്ട് we never felt that awkwardness also. ഇല്ല, സാധാരണ ഇങ്ങനെ അത് ഒരു ഇതും ഒരു തൊഴിലാണ്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇറ്റ്സ് എ പ്രൊഫഷൻ. ഷീസ് ഹാർഡ് കോർ പ്രൊഫഷണൽ. ഫുൾ പേയ്മെന്റ് പറയുന്നത് എന്നാലും ഐ ക്യാൻ സ്പെൻഡ് ദ ടൈം. ആ സമയത്തിനാണല്ലോ പൈസ. അത് അത്രയും ഡിഗ്നിറ്റിയോടെ കാണിച്ചത് ജിത്തു. ഹാറ്റ്സ് ഓഫ് ടു. ലൈക്ക് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് ഷോയിങ് എ വുമൻ. ഓക്കെ. അപ്പോൾ ഈ മീൻസ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇറ്റ്സ് ലൈക്ക് ഫ്രം തിയേറ്റർ. അപ്പോൾ തിയേറ്റർ ആയതുകൊണ്ടാണ് ഈ ഹൗസ് ഹൗ ആർ യു എൻജോയിങ് ദിസ് ജേർണി? മൂവീസ് ആയി 1 2 3 you have lineups ഇനി ഐ എം ഫൈൻഡിങ് ഇറ്റ് വെരി എക്സൈറ്റിംഗ്. പിന്നെ ഈ മലയാള സിനിമ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണ്. നമ്മൾ പണ്ട് ഞാൻ സിംഗപ്പൂർ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല നല്ല കുറേ ബാംഗ്ലൂർ ഡേയ്സ് മറ്റേ അങ്ങനത്തെ ഒരു ലൈൻ ഓഫ് വെരി ഗുഡ് ഫിലിംസ് വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മഹേഷിന്റെ പ്രതികാരം ആൻഡ് ഓൾ ദാറ്റ്. അപ്പം ഞാനപ്പോൾ അവിടെ നിന്ന് വിചാരിക്കുന്നു, ഈശ്വര നമുക്ക് ഇത്രയും നല്ല സിനിമകൾ വരുമ്പോൾ നമുക്ക് അതിന്റെ ഭാഗം ഞാനവിടെ ഇല്ലല്ലോ, എനിക്കും കൂടെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നും കൂടെ നല്ല സമയമാണ്. അപ്പൊ എനിക്ക് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. അപ്പൊ മാക്സിമം ചെയ്യണം. വിളിക്കട്ടെ ആൾക്കാർ. എന്നിട്ട് അതുകൊണ്ട് അപ്പൊ ഇതില് മീൻസ് you get to perform with one of the നമ്മളെല്ലാവരും he's someone we all look up to, like ഫഹദ് ഫാസിൽ. that scene പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീൻസ് ലൈക്ക് when we spoke to the other guys also അവരെല്ലാരും പറഞ്ഞു ചേട്ടാ എല്ലാ ഡേക്കിലും ഒരേ എനർജി, ഒരേ സംഭവം, ഒരേ റേഞ്ചിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയായിരുന്നു ബിഫോർ? അതാണ് അത് ടേക്കിനും പുറകില് ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. പക്ഷെ വൺസ് ഹി സ്റ്റാർട്ട്സ് പെർഫോമിങ് ഇറ്റ്സ് ലൈക്ക് ഒരു കൺസിസ്റ്റൻസി ആൻഡ് പ്രിസിഷൻ. അത് ഭയങ്കരമാണ്. അത് എല്ലാ ടേക്കിലും ഒരേ എനർജി, ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ്. ആൻഡ് ഈ മലയാളം പറയുന്നുണ്ടല്ലോ, ഈ ഒരു പ്രത്യേക തരത്തിലുള്ള മലയാളം ഉണ്ടല്ലോ. ആൻഡ് ഐ വാസ് ലൈക്ക് അവിടെ ഒരു ഏരിയ ഉണ്ട്, സായി എന്ന് പറഞ്ഞ. സായി ആണ് മറ്റേ കന്നഡ ഇത്. അപ്പൊ പുള്ളിക്കാരനായിട്ട് ഇത് അപ്പ കൺസൾട്ട് ചെയ്ത് ഇത് പഠിച്ച് അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പറയും, അങ്ങനെയൊക്കെ ആണ് അത് വന്നത്. അത് ഭയങ്കര രസമായിരുന്നു ആ ലാംഗ്വേജ് പ്ലേ കാണാൻ. നമ്മളധികം ഫഹദ് അങ്ങനെ ലാംഗ്വേജ് ഒരു സാധനം ഇതിലാണ് അല്ലേ, അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ് ഒന്നാമത് മലയാളത്തിന്റെ വേറെ വകഭേദവും അല്ല ഇത്, കന്നഡ. അപ്പൊ അത് എനിക്കത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എനിക്ക് ഈസ് വെരി ഇൻസ്പയറിങ്. അപ്പൊ എനിക്ക് ഇങ്ങനെ നല്ല പെർഫോമൻസ് ഒക്കെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമുക്കും അവരുടെ പെർഫോമൻസിന് ജസ്റ്റിസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കാരണം ഇത് വൃത്തികേടാവാൻ പാടില്ല. അത് ഉണ്ട്. സോ ഈസ് വെരി ഇൻസ്പയറിങ് ദാറ്റ് വേ. അതൊന്നും പറഞ്ഞിട്ടോ മോട്ടിവേറ്റ് ചെയ്തിട്ടോ ഒന്നും അല്ല, ജസ്റ്റ് ബൈ ബീയിങ് വാട്ട് ഹി ഈസ്. അല്ലാതെ ഹായ് ചിൽ ബ്രോ അങ്ങനെ നിങ്ങൾ അടിപൊളിയായിട്ട് അങ്ങനെയൊന്നും അല്ല. പിന്നെ ഫഹദ് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ഹി ട്രീറ്റ്സ് യു ആസ് എൻ ഈക്വൽ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഫഹദിനെ കാണുമ്പം ഇറ്റ് ബിക്കംസ് വെരി ഈസി ബിക്കോസ് ഫഹദ് കംസ് ആൻഡ് സേ ഹായ് പൂജ. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്നെ അറിയാം. ആ സാധനം അത് എവിടെ കണ്ടാലും ഫഹദ് അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി കംഫർട്ടബിൾ ആയി. അവിടെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം. ആ സാധനം. സോ അതാണ്. സോ അത് ഈ ഓവർ ഡു ചെയ്യാൻ ഒരു എളിമ കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് ബൈ ബീയിങ് ഹിം ഹി മേക്സ് യു കംഫർട്ടബിൾ ആൻഡ് ഹി ഇൻസ്പയർസ്. വിത്ത് ഹിസ് പെർഫോമൻസ് വി ഗെറ്റ് ഇൻസ്പയർഡ്. അപ്പം നമുക്കും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തോന്നും. ഐ തിങ്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ഹാപ്പിനെസ് നമ്മുടെ പെർഫോമൻസ് സ്ക്രീൻ തിയേറ്ററിൽ കണ്ട് ആൾക്കാരെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മളായി കൂടെ ഇരുന്ന് കാണുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ഐ തിങ്ക് ദാറ്റ് റിയലി ആൻഡ് ആവേഴ്സ് ദാറ്റ് റിയലി ബിക്കോസ് ആ ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ അത് ആ കെട്ടിപ്പിടിക്കണം എന്നുള്ള സാധനം ആദ്യം ജിത്തുവിന്റെ പറഞ്ഞപ്പോഴേ ഉള്ളതാണ്.
അപ്പോൾ ഇഫ് യു നോട്ടീസ് ഇനിയിപ്പോൾ നോട്ടീസ് ചെയ്യുമ്പോൾ ബിബിയുടെ ടീഷർട്ടിൽ ഹഗ് എന്നാണ് എഴുതിയേക്കണേ. ഞാനത് കണ്ടു, സോ ക്യൂട്ട്, നൈസ് മോശം, അത് ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് ഓൾറെഡി ഉണ്ട്. പക്ഷെ ആ ഒരു മൊമെന്റിലോട്ട് ബിൽഡപ്പ് എങ്ങനെ വരുന്നത്, ഞാൻ ഇത് പറയുമ്പോൾ കേൾക്കാൻ രസമുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തിട്ട് ഈ ബിൽഡപ്പ് ഒന്ന് ഇറ്റ് ഷുഡ് റീച്ച് തരുന്നു. ആൻഡ് അതങ്ങോട്ട് എത്തി, ഒരു സ്പേസിൽ അത് എത്തി. അപ്പം നമുക്കും അറിയാം കിട്ടി. അത് കിട്ടുന്ന സമയത്താണ് ആ സീൻ വർക്ക് ആവണേന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ബിൽഡപ്പ് കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വിൽ ഫോൾ ഫ്ലാറ്റ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ടു എനിക്ക് രോമാഞ്ചം, എനിക്ക് തോന്നുന്നു അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടു ഷെയർ ആണ്. എന്തായിരുന്നു? ഇറ്റ് വാസ് ത്രൂ ആൻ ഓഡിഷൻ ഓർ? രോമാഞ്ചം ഹാപ്പൻഡ്, ഒരു ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ അന്തോളജി ഉണ്ടായിരുന്നു. അതിൽ ഇത് കണ്ടിട്ടാണ് രോമാഞ്ചം സംഭവിക്കുന്നത്. പക്ഷെ രോമാഞ്ചത്തിൽ ഈ പറയണ ഇതുപോലെ മീൻസ് അതില് നമ്മൾ ആവേശത്തിൽ എത്ര ലൗഡാണ് അതേപോലെ തന്നെയായിരുന്നല്ലേ ആ വന്ന് അങ്ങ് ആ ഒരു സീനില് ലൈക്ക് ആദ്യം 2 പവൻ എന്ന് പറയുന്നു, 1.5 പവൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ലൈക്ക് എങ്ങനെ കൈ നിട്ടതാണോ അതേ ജിത്തുവിന്റെ ഒരു? അത് ജിത്തു ഇസ് റിയലി ഫണി. അപ്പോൾ ഇങ്ങനെ അത് 2 പവന്റെ എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ജിത്തുവിനെ പറഞ്ഞു ഇങ്ങനെ 1.5 പവൻ. ഞാൻ പറഞ്ഞു ഓക്കെ 1.5 പവന്റെ. ആ സാധനം ജിത്തു പറഞ്ഞാണ്, ബാക്കി ഞാൻ പറഞ്ഞു. പക്ഷെ ജിത്തു അത് കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയലോഗ്, പക്ഷെ നിങ്ങൾക്ക് നാച്ചുറലി വരുന്നത് ചെയ്യും. അത് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് പേപ്പർ എടുക്കാം. ഇപ്പൊ യു ഇംപ്രവൈസ് എന്ന് പറഞ്ഞ ആ സ്പേസ് എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഓക്കെ. അപ്പോൾ അവസരം തരും, നമ്മൾ കാണിക്കാം. അപ്പൊ ജിത്തു അപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ജിത്തു ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ സീൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഇമ്പാക്ട് ഇതാണ്, കൃത്യമായിട്ട് ജിത്തുവിന് അറിയാം. അതേപോലെ തന്നെയാണ് സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാരത് സ്വീകരിക്കുന്നത്. ആ ഒരു ജഡ്ജ്മെന്റ് ആണ് എനിക്ക് എപ്പോഴും ജിത്തുല് ഫാസിനേഷൻ. ഇത് മീൻസ് ലൈക്ക് when I was just searching for your എന്തൊക്കെയാണ് കോണ്ടന്റ് എന്നുള്ളത് വന്നപ്പോൾ this came with like stage jacket എന്ന് പറഞ്ഞിട്ട് ഒരു performance. That's the stage jacket അല്ലേ, ഒരു solo performance, and also it's written and directed by what is that all about? എന്തായിരുന്നു? Complicated. Actually it's a sci-fi kind of a performance work. I did it in Singapore, and അവിടെ പെർഫോമൻസ് ഒരു റൈറ്റേഴ്സ് ഫെസ്റ്റിവലൊക്കെ പെർഫോം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പീസാണ്. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി ആ സമയത്ത് നമ്മുടെ ഇവിടെ AI ഒക്കെ കുറച്ച് അതിന് ആ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ലൈക്ക് എ ചിപ്പ് ദാറ്റ് ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വർക്കാണ്. ഒരു 100 years ലേറ്റർ ഒരു ടെക് റെവല്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസിൽ അങ്ങനെ ബേസിക്കലി ഒരു ഇമ്പോർട്ടൻസി ഓഫ് ദ സൊസൈറ്റി, അതായത് നമ്മൾ സമൂഹത്തിന് പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ്. അതാണ് അതിന്റെ മെയിൻ ഇത്. So moving on, I'll read out these are people whom you worked with. Appo engineyanu, what is your experience working with them? It's like we learn from people. Engineyanu. So first I'll go with Jithu Madhavan. Jithu Madhavan is somebody I will look out to work for again. അത് മാത്രമല്ല, ജിത്തുവിന്റെ പടങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ജിത്തു ഇസ് ഗോയിങ് ടു ആവേശം ഒരു 2 പ്രതീക്ഷിക്കാം, രോമാഞ്ചം ഒരു 2 പ്രതീക്ഷിക്കാം. ആ 2 ഒന്നും പ്രതീക്ഷിക്കാതെ ജിത്തുവിന്റെ പുതിയ സിനിമകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണേഴ്സ് ആണല്ലോ എല്ലാം. അപ്പൊ അടുത്തത് എന്ത് ജിത്തു ചെയ്യുന്നുള്ളതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ജിത്തു ഭയങ്കര ക്ലിയർ ഇൻ ഹിസ് വിഷൻ. നേരത്തെ പറഞ്ഞു വെരി ഫോക്കസ്ഡ് ആണ്. ജിയോ ബേബി എന്താ പറയാ, ഭയങ്കര സ്വീറ്റ് ആണ് ജിയോ ബേബി. ലൈക്ക് പിന്നെ ജിയോ ബേബി ഇസ് ലൈക്ക് എ ഫ്രണ്ട്. അപ്പം ജിയോ ആണെങ്കിലും നമ്മുടെ അടുത്തും കോൺട്രിബ്യൂഷൻസ് ചോദിക്കുന്ന ഇവരെല്ലാവരും അതെ ഇച്ചിരിയും കൂടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊരു സ്പേസ് തന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം വേറെ എന്ത് വർക്ക് കണ്ടാലും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. റിമ ഇസ് എ വെരി എന്താ പറയുക, നമുക്ക് ഇറ്റ്സ് നോട്ട് വിമൻ സപ്പോർട്ട് അങ്ങനെയൊന്നുമില്ല, ബട്ട് റിമ ഇസ് ഓൾവേസ് അവൈലബിൾ. റിമ നമുക്ക് ഒരു ചേച്ചി എന്നുള്ളൊരു സ്പേസിൽ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കും.
നമുക്ക് ഒരു സ്പേസ് തരും. അത് ബാക്കിയുള്ളവർ തരണം എന്നുള്ളതും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. അത് എന്നും ആക്സസിബിൾ ആണ് റിമ. നമുക്കൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ റിമ അവൈലബിൾ ആണ് എപ്പോഴും. So, Fahad, as you said, Fahad is Fahad is very nice to work. I think first movie, one I think Mammookka. Yeah. What about him? സ്റ്റാർ സ്ട്രക്ക്. സിമ്പിൾ. അതല്ല എന്താണെന്നറിയില്ല, നമ്മള് എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനത്തെ ഒരു ആദ്യം ഒരു വളരെ മങ്ങിയൊരു ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് പുള്ളിക്കാരൻ കയറി വരുന്നതാണ്. എന്നാലും നമ്മളിങ്ങനെ അത് എന്തോ ഓറ. ഐ മീൻ കംപ്ലീറ്റ്ലി സ്റ്റാർ സ്ട്രക്ക്. ഞാൻ പുള്ളിക്കാരനോട് ഇതും ചെയ്തിട്ടുണ്ട്, പക്ഷെ കാതലും ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടെയല്ല എനിക്ക് എന്നിട്ടും ഞാൻ പുള്ളിക്കാരനായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിന് ഞാൻ വെയിറ്റ് ചെയ്യും. Okay, and let's talk about ഇപ്പോഴത്തെ upcoming projects. ഞാൻ എവിടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഇഞ്ചറി കഴിക്കുകയായിരുന്നു. ബട്ട് അതതിനെ അടുത്ത വല്ലേ കാണുള്ളൂ. Okay, ഏതാണ് what is your lineup? I am doing a web series, ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്, അതും ഒരു വെരി ഡിഫറെൻറ്റ് റോൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൂ. ഇപ്പോൾ നമ്മൾ ജൂബിലിയൊക്കെ എന്ന് പറഞ്ഞ സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുക, പ്രതീകാണ് ഷൂട്ട് ചെയ്യണത്. അതിൽ ഇപ്പോൾ രാധിക ആപ്റ്റെ, തൻവി അസ്മി, അങ്ങനത്തെ കീർത്തി സുരേഷ് എല്ലാം ഭയങ്കര രസമുള്ള ആർട്ടിസ്റ്റിലായി എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അത് തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇറങ്ങാനുള്ളത് ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള പടം, മോഹനായിട്ടുള്ള പടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത പടം. ഐ മീൻ ബിഫോർ പൂജ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കണ്ണിടയ്ക്ക് ഭയങ്കര ശ്രദ്ധിക്കാൻ പറയും. ദാറ്റ് ഈസ് വൺ ഫീച്ചർ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുമ്പോൾ അല്ലേ. മീൻസ് അത് ചിലപ്പോൾ മേ ബി ഇത് പറയില്ല നമ്മൾ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് അറ്റ് ടൈംസ്, ഡിസഡ്വാൻറ്റേജ് അറ്റ് ടൈംസ്. സോ ഇതെങ്ങനെ മാനേജ് ചെയ്യണം? പലരും ഇതിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ടോ? അത് ചില സമയത്ത് നമ്മൾ എന്താ പറയുക, അത് ഇച്ചിരി ഇപ്പം കോൺഷ്യസ് ആയിട്ട് യൂസ് ചെയ്യും. ഞാൻ വെറുതെ ഒരു ജീവിതത്തിൽ സംസാരിക്കുമ്പോഴും ഇങ്ങനെ കണ്ണൊക്കെ തള്ളി പുറത്തോട്ട് വരും അങ്ങനെ. പക്ഷെ അത് എന്തെങ്കിലും ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇറ്റ് കംസ് ഔട്ട്. പക്ഷെ സ്ക്രീനിലാകുമ്പോൾ ഞാൻ വളരെ കോൺഷ്യസ് ആണ് അതിന്റെ കാര്യം. അപ്പൊ ഞാനത് പറയാറുണ്ട്, എന്തെങ്കിലും വൃത്തികേടാണെങ്കിലും ഒന്ന് പറയണം. അത് എന്റെ നാച്ചുറൽ അതാണ്. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ ഓർ. ഓക്കെ, അപ്പം പൂജ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ആൻഡ് ഇനിയും നല്ല നല്ല പ്രോജക്ട്സുകൾ പൂജയുടെ വഴിക്ക് വരട്ടെ. Yes, വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.